ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻജിൻ ട്രബിൾ ആർ.കെ. നാരായൺ എഴുതിയ വളരെ രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചാപ്റ്ററിന്റെ സൈഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹാവ് യു എവർ സീൻ എ ഷോ സച്ച് ആസ് ഗേറ്റിലാൻഡ്, ഡെസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് എന്നാണ്. ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള ഗേറ്റിലാൻഡിനെ പോലെയുള്ള ഒരു ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക എന്നാണ്. അപ്പൊ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റത്തെ ചോദ്യത്തിന് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സർക്കസ് ഒക്കെ വന്നിട്ടുള്ള കണ്ടിട്ടുണ്ടായിരിക്കും. ജെമിനി സർക്കസ്, ഭാരത് സർക്കസ്, അതുപോലെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ചിലപ്പോൾ കാർണിവൽസ് ഒക്കെ വരും. ഇങ്ങനെയുള്ള ഷോകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ എക്സിബിഷൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ആൻസർ എഴുതിയിട്ടുണ്ട്, നോക്കാം എന്താണെന്ന്. യെസ്, ഐ ഹാവ് സീൻ എ സിമിലർ കൈൻഡ് ഓഫ് ഫെയർ ഇൻ മൈ ടൗൺ. എന്റെ ടൗണിൽ ഇതേപോലെയുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു, ഒരു ഫെയർ ഉണ്ടായിരുന്നു. It was full of lights, music and crowds. There were different stalls with games, food and lucky draws. I saw small circus, puppet shows and even a motorcycle stunt show inside a big metal cage. The atmosphere was very lively and children as well as elders enjoyed it. It also tried the same ഗെയിംസ് ആൻഡ് വോൺ എ സ്മോൾ ടോയ്. അപ്പൊ ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഐ ആൾസോ ട്രൈഡ്, ഞാനും ഒരു ഗെയിമിൽ ഒക്കെ ട്രൈ ചെയ്തു. വോൺ എ സ്മോൾ ടോയ് അല്ലെ, ചെറിയൊരു ടോയ്, ഒരു കളിപ്പാട്ടൊക്കെ എനിക്ക് സമ്മാനം കിട്ടി. ഇറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് ആൻഡ് മെമ്മറബിൾ എക്സ്പീരിയൻസ്. അപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമ്മൾ ഇപ്പൊ വായിച്ചിട്ടുള്ള സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ട് അതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആൻസർ ഞാൻ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റോഡ് എഞ്ചിൻ എന്താണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ഒരു റോഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ? ആൻസർ, എ റോഡ് എഞ്ചിൻ ആൾസോ നോൺ ആസ് എ റോഡ് റോളർ. റോഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ റോഡ് റോളർ എന്നാണ്. നമ്മളിവിടെ മുകളിൽ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവില്ലോ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ യൂസ്ഡ് ഫോർ എ കോമ്പാക്ടിങ് സർഫേസ് ലൈക്ക് സോയിൽ, ഗ്രേവൽ ആൻഡ് asphalt in the construction and a road building project. അപ്പോൾ റോഡ് നിർമ്മാണത്തില്, കൺസ്ട്രക്ഷനിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനം കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? മണ്ണും അതുപോലെ ഗ്രേവൽ അല്ലെ, ചരലും കല്ലുകളും ടാറും ഒക്കെ ചേർന്നിട്ടുള്ള ആ മിശ്രിതം എന്താണ്, അമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്ലാറ്റനിങ് ആൻഡ് സ്മൂത്തിങ് ഔട്ട് ഓഫ് ദ സർഫേസ്. ഉപരിതലം നല്ല ഫ്ലാറ്റ് ആയി പരന്ന് നല്ല മിനുസമുള്ളതാക്കി മാറ്റാൻ ഇത് ഉപയോഗിക്കും. ആൻഡ് ടു മേക്ക് ഇറ്റ് സ്റ്റേബിൾ, അങ്ങനെ അത് നല്ല ഉറപ്പുള്ളതാക്കി നിലനിർത്തും. ആൻഡ് ഈവൻ ഫോർ എ വെഹിക്കിൾ ടു ട്രാവൽ ഓൺ. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉപരിതലം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉപരിതലം നിരപ്പും ഉറപ്പും ഉള്ളതാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് എന്തെന്ന് പറയുന്നത്, റോഡ് റോളർ അല്ലെങ്കിൽ റോഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സ്റ്റോറിയിലൊക്കെ പറഞ്ഞ പഴയ മോഡൽ റോഡ് എഞ്ചിനാണ്. ഇപ്പൊ ഒരുപാട് വ്യത്യാസമുള്ള പുതിയ മോഡല് റോഡ് എഞ്ചിനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ളതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. മൂന്നാമത്തെ ചോദ്യം, വൈ കുഡിന്റ് ദ നറേറ്റർ ട്രാൻസ്പോർട്ട് ദ റോഡ് എഞ്ചിൻ ഇമ്മീഡിയറ്റ്ലി? എന്തുകൊണ്ടാണ് നറേറ്റർ ആ റോഡ് എഞ്ചിൻ തനിക്ക് സമ്മാനമായി ലഭിച്ചപ്പോൾ തന്നെ അത് അവിടെ നിന്ന് മാറ്റാത്തത് എന്നാണ് ചോദ്യം. ദ നറേറ്റർ കുഡ് നോട്ട് ട്രാൻസ്പോർട്ട് ദ റോഡ് എഞ്ചിൻ ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് ഇറ്റ് വാസ് ലാർജ് ആൻഡ് ഹെവി. കാരണം എന്താ? സാധാ പോലുള്ള ഒരു വാഹനമല്ല അല്ലെ, വളരെ വലുതും ഭയങ്കര ഭാരമുള്ളതുമാണ്. ആൻഡ് ദ ഷോമാൻ റിഫ്യൂസ് ടു ഹെൽപ്പ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ നമ്മുടെ ഷോമാൻ ഒരിക്കലും അതിന് ഹെൽപ്പും ചെയ്തില്ല, സഹായവും ചെയ്തില്ല. അത് അവിടുന്ന് മാറ്റാനുള്ള ഒരു ഹെൽപ്പും കൊടുത്തില്ല. അത് ഓടിക്കാനുള്ള ഡ്രൈവേഴ്സും ഇല്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ടെമ്പിൾ പ്രീസ്റ്റ് ഹെൽപ്പ് ദ നറേറ്റർ? നറേറ്ററെ ടെമ്പിൾ പ്രീസ്റ്റ്, ആ ക്ഷേത്രത്തിലെ പൂജാരി എങ്ങനെയാണ് സഹായിച്ചത്, അല്ലെങ്കിൽ ആ പുരോഹിതൻ എങ്ങനെയാണ് സഹായിച്ചത്? The temple priest helped the narrator by offering the service of his temple elephant to help move the road engine. അപ്പൊ ആരുടെ സർവീസ്? ടെമ്പിളിലെ എലഫന്റിന്റെ, ആനയെ സർവീസ്, സേവനമാണ് അയാൾ ഓഫർ ചെയ്തത്.
ഇല്ലേ? ആനയെ കൊണ്ട് വലിച്ച് ആ റോഡ് എഞ്ചിൻ അവിടെ നിന്ന് മാറ്റാനുള്ള സഹായം ചെയ്യാൻ അയാള് തയ്യാറായി. അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫിഫ്ത്ത്, അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻഡ് വെൻ ദ എഞ്ചിൻ വാസ് മൂവ്ഡ് ടു ദി റോഡ്? റോഡിലൂടെ ആ എഞ്ചിൻ കെട്ടിവലിച്ച് മൂവ് ചെയ്യിച്ചപ്പോ എന്താ സംഭവിച്ചത്? വെൻ ദ എഞ്ചിൻ വാസ് മൂവ്ഡ് ടു ദ റോഡ് ഇറ്റ് സിഗ്സാഗ് ഔട്ട് ഓഫ് കൺട്രോൾ. അതിങ്ങനെ സിഗ്സാഗ് അല്ലെ, വളഞ്ഞും പൊളഞ്ഞും സഞ്ചരിക്കാൻ തുടങ്ങി നിയന്ത്രണമില്ലാതെ. ക്രാഷ്ഡ് ഇൻ ടു ദ കോമ്പൗണ്ട് വാൾ. അങ്ങനെ ചുറ്റുമതില് ക്രാഷ് ചെയ്തു, ചെന്ന് ഇടിച്ച് തകർത്തു. കോസ്റ്റ് ഖാസ്. അങ്ങനെ എന്തുണ്ടായി? ധാരാളം എന്തുണ്ടായി? ഒരു ആശയക്കുഴപ്പം അവിടെ സൃഷ്ടിച്ചു അല്ലെ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടായി. ദ ക്രൗഡ് പാനിക്ഡ്. ജനക്കൂട്ടമൊക്കെ പാനിക്ഡ് ആയി, ആകെ ഭയന്നു, പേടിച്ചു. ഫ്രൈറ്റൻ എന്ന്. നറേറ്റേഴ്സ് ഗോട്ട് ഇൻ ടു ദ ട്രബിൾ വിത്ത് ദ പോലീസ് ആൻഡ് ദ വാൾസ് ഓണർ. ആ വാള്, ആ ചുമരിന്റെ, ആ മതിലിന്റെ ഉടമസ്ഥനുമായിട്ടും അതുപോലെ പോലീസും ഒക്കെ വന്നിട്ട് ആകെ എന്തായി? ട്രബിൾ, പ്രശ്നത്തിലകപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ആകെ കുഴപ്പത്തിലായത്. ആറാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ നേച്ചർ ഹെൽപ്പ് നറേറ്റർ സോൾവ് ഹിസ് പ്രോബ്ലം? നമ്മളെ നറേറ്റർ, കഥാകാരനെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രകൃതി എങ്ങനെയാണ് സഹായിച്ചത് എന്നാണ്. നേച്ചർ ഹെൽപ്ഡ് ദ നറേറ്റർ ത്രൂ ആൻ എർത്ത് ദാറ്റ് ഷുക്ക് ദ ടൗൺ. ആ പട്ടണത്തെ പിടിച്ചു കുലുക്കിയ ഒരു എർത്ത് ഉണ്ടായി അല്ലെ, ഒരു ഭൂകമ്പം ഉണ്ടായി. അതിലൂടെയാണ് പ്രകൃതി അദ്ദേഹത്തെ സഹായിച്ചത്. ദ ട്രോമേഴ്സ് വർ സ്ട്രോങ് ഇനഫ് ടു മൂവ് ദ റോഡ് എഞ്ചിൻ. ആ റോഡ് എഞ്ചിന് മൂവ് ചെയ്യാണ്, ചലിക്കാൻ, അനങ്ങാൻ പാകത്തിന് തരത്തിലുള്ള എന്തുണ്ടായി? പ്രകമ്പനങ്ങളാണ്. ട്രോമേഴ്സിലെ ഭൂകമ്പം, പ്രകമ്പനങ്ങളാണ് ഉണ്ടായത്. ഇറ്റ് എൻഡഡ് അപ്പ് ഫാളിങ് ഇൻ ടു ദ നിയർ ബൈ ഡിസ്യൂസ്ഡ് വെൽ. അങ്ങനെ ആ ഭൂകമ്പം അല്ലെങ്കിൽ ആ ഭൂമിയുടെ കമ്പനം, ആ പ്രകമ്പനം എത്ര വരെ നീണ്ടു നിന്നു? നമ്മുടെ റോഡ് എഞ്ചിന് ഉരുണ്ട് ആരും ഉപയോഗിക്കാത്ത ആ ഡിസ്യൂസ്ഡ് ആയിട്ടുള്ള വെല്ലിൽ ചെന്ന് വീഴുന്നത് വരെ. ദിസ് അൺഎക്സ്പെക്റ്റഡ് event solved the narrator's problem of what to do with the engine and also led to an unexpected benefit. അപ്പൊ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നറേറ്റർക്ക് കിട്ടിയത് തന്റെ പ്രശ്നത്തിൽ, അദ്ദേഹം ആലോചിക്കാതെ തന്നെ. അതുകൊണ്ട് എന്തുണ്ടായി? ഒരു ബെനിഫിറ്റും ഉണ്ടായി. റോഡ് എഞ്ചിൻ അവിടുന്ന് നീക്കുകയും ചെയ്തു. അതിന് പുറമെ മറ്റൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബെനിഫിറ്റും ഉണ്ടായി. എന്താ? പ്രോപ്പർട്ടി ഓണർ ഹു ഹാഡ് പ്ലീസ്ഡ് ദാറ്റ് ദ വെൽ വാസ് കവേർഡ്. ആ ഭൂവുടമസ്ഥന് അയാൾ സന്തോഷവാനാണ്, കാരണം അദ്ദേഹം ആ കിണർ എങ്ങനെയും മൂടണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പൊ കിണർ മൂടാനുള്ള ഒരു വഴിയും കിട്ടി. അങ്ങനെ കിണർ അങ്ങനെ മൂടുകയും ചെയ്തു. ഓഫേർഡ് ടു പേ ഓഫ് ദ നറേറ്റേഴ്സ് ഡെബ്റ്റ്സ്. അങ്ങനെ നമ്മളെ നറേറ്ററുടെ എന്തു ചെയ്തു? ഡെപ്റ്റ്, കടം വീട്ടുകയും ചെയ്യപ്പെട്ടു അല്ലെ. ഡെപ്റ്റ് അങ്ങനെ പേ ചെയ്യാൻ അത് എന്ത് ചെയ്തു? ഓഫർ ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത് ലെറ്റ് us try to draft a humorous instructional manual. ഒരു മാനുവൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. യു മൈറ്റ് ഹാവ് നോട്ടഡ് ദ അണ്ടർടോൺ ഹ്യൂമർ ഇൻ ദ സ്റ്റോറി എൻജിൻ ട്രബിൾ. എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ഈ സ്റ്റോറിയിൽ ഹാസ്യ രീതിയിൽ, തമാശ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ? യു മൈറ്റ് ഓൾസോ നോട്ടീസ് ദ ആർ കെ നാരായൺ ഹാസ് യൂസ്ഡ് ഡിവൈസ് ലൈക്ക് എക്സാജറേഷൻ ഫോർ ഹ്യൂമറസ് എഫക്റ്റ്. ഈ കഥയിൽ ഒരു ഹ്യൂമർ ഉണ്ടാക്കാൻ വേണ്ടി എക്സാജറേഷൻ എന്ന് പറയുന്ന ടൂള്, അതായത് ചെറിയ കാര്യങ്ങൾ ഒത്തിരി വലുതാക്കിയിട്ട് പെരുപ്പിച്ച് പറയുന്ന രീതി ഉപയോഗിച്ചോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ലെറ്റ് നൗ ട്രൈ ടു ഡ്രാഫ്റ്റ് എ ഇൻസ്ട്രക്ഷണൽ മാനുവൽ. നമുക്കൊരു ഇൻസ്ട്രക്ഷണൽ മാനുവൽ എഴുതി നോക്കാം എന്നാ, ഹ്യൂമറസ് ആയിട്ട് എന്നാണ്, വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് എഴുതി നോക്കാം. ഒരു സാമ്പിൾ എങ്ങനെ ഒരു റോഡ് എഞ്ചിൻ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അതാണ് താഴെ നമുക്ക് ടെക്സ്റ്റിൽ വർക്കായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് നൽകിയിട്ടുള്ള ചോദ്യം ഏതാണെന്ന് നോക്കിയാൽ, നൗ ട്രൈ പ്രിപ്പയർ സിമിലിയർ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഫോർ ഓപ്പറേറ്റിംഗ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഇപ്പൊ നമുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ട്, ഒട്ടുമിക്ക ആളുകൾക്കും ഉപയോഗിക്കാനും അറിയാം, എല്ലാവർക്കും ഉപയോഗിക്കാനും അറിയാം അല്ലെ. എന്നാൽ ഒരു മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഓപ്പറേഷൻ മോഡല് അല്ലെ, അതിന്റെ ഒരു മാനുവല് നമുക്ക് ഇതുപോലെ ഒരു രസകരമായിട്ടൊന്ന് ഫണ്ണായിട്ടൊന്ന് എഴുതി ഉണ്ടാക്കിയാലോ എന്നാണ് ചോദ്യം. നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളൊരു ഹെഡിങ് കൊടുത്തു, മൊബൈൽ ഫോൺ ഗൈഡ് എന്ന് കൊടുത്തു. അതിനുശേഷം ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണ് ടേണിംഗ് ഇറ്റ് ഓൺ. എങ്ങനെ ഓൺ ആക്കണം എന്ന്, ടേണിംഗ് ഇറ്റ് ഓൺ. അപ്പോൾ ഒരു സ്റ്റെപ്പ് എഴുതാണ്. ഫൈൻഡ് ദ പവർ ബട്ടൺ, പ്രോബബിളി ഓൺ ദ സൈഡ്, സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ ഉണ്ടാവും, അത് കണ്ടുപിടിക്കുക. പ്രസ് ഇറ്റ് ജെന്റ്ലി, എന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്യുക, അമർത്തുക. വെയിറ്റ് ഫോർ ദ സ്ക്രീൻ ടു ടേൺ ഓൺ ലൈറ്റ് അല്ലെ, സ്ക്രീനിൽ വെളിച്ചം വരുന്നത് വരെ കാത്തിരിക്കുക. മൈ ടേക്ക് എ സെക്കൻഡ്, ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ വരും.
ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് മേക്കിംഗ് എ കോൾ. എങ്ങനെ കോൾ ചെയ്യാം? ഫൈൻഡ് ദ ഫോൺ ആപ്പ് കണ്ടുപിടിക്കുക, ഡയൽ എ നമ്പർ, അതിലൊരു നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഡയൽ ചെയ്യുക, വെയിറ്റ് ഫോർ സംവൺ ടു ആൻസർ, എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, ആരെങ്കിലും മറുവശത്ത് ഉത്തരം പറയുന്നുണ്ടോ, ആ കോൾ എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അടുത്തത് നമ്മൾ പറയുന്നത് ടെക്സ്റ്റിംഗ്, എങ്ങനെ അതിൽ മെസ്സേജ് ചെയ്യാം എന്നുള്ളതാണ്. ഓപ്പൺ ദ കീപാഡ് ഓൺ ചെയ്യുക, അല്ലെ, ടൈപ്പ് അവേ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഓട്ടോ കറക്റ്റ് മൈറ്റ് മെസ് അപ്പ്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോ കറക്റ്റ് ഒക്കെ ചെയ്യാം, അല്ലെ. സെൻഡ് ദ മെസ്സേജ് ആൻഡ് ഹോപ്പ് ഇറ്റ് ക്ലിയർ എന്നാണ്. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സെൻഡ് ചെയ്ത് നോക്കാം, അല്ലെ, അത് ക്ലിയർ ആയോ ശരിയായോ എന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യാം. അടുത്തത് മൊബൈലിന്റെ ട്രബിൾ ഷൂട്ടിംഗ് എങ്ങനെയാണ്? ഫോൺ വോൺ ടേൺ ഓൺ, ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ, എന്നാൽ ആദ്യം നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം, അത് കറക്റ്റ് ആണോ എന്ന്. രണ്ടാമത്തെ ഓട്ടോ കറക്റ്റ് മെസ്സപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ബ്ലെയിം ദ ഫോൺ. 12th ആക്സിഡന്റലി കോൾഡ് 911. ഊപ്സ്. അപ്പൊ ഓട്ടോ കറക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫോണിനെ കുറ്റം പറയാം, നശിച്ച ഫോൺ, എന്തൊരു ഫോണാണിത്, അല്ലെ. റീസെറ്റ് ചെയ്യണ ബട്ടൺ ഒക്കെ ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ 911 ഡയൽ ചെയ്തോ, എന്നാ പിന്നെ കഷ്ടം, ഒന്നും നോക്കണ്ട, നിങ്ങളുടെ കാര്യം കട്ടപ്പോക. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ ഫോണിന്റെ മെയിൻ്റനൻസ്. ചാർജ് ബാറ്ററി ബിഫോർ ഇറ്റ് ഡൈസ്, ബാറ്ററി ചത്തുപോകുന്നതിന് മുമ്പ് അത് കുത്തി വെച്ചിട്ട് ചാർജ് ചെയ്യുക. ക്ലീൻ ദ സ്ക്രീൻ വിത്ത് ക്ലോത്ത്, ഒരു ക്ലോത്ത് കൊണ്ട് ഇടയ്ക്ക് സ്ക്രീനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്ഡേറ്റ് ദ സോഫ്റ്റ്വെയർ, ഗുഡ് ലക്ക് എന്നാണ്. ഇടയ്ക്കൊക്കെ സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങളെ ഭാഗ്യം പോലെ നിൽക്കും, അല്ലെങ്കിൽ ഫോണ് നിങ്ങളെയും വിട്ടുപോകും. ദാറ്റ്സ് ഇറ്റ്. ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ സെക്കൻഡ്, രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. റൈറ്റ് എ ന്യൂസ് ആർട്ടിക്കിൾ റിപ്പോർട്ടിംഗ് ദ chaos that erupted when the narrator attempted the move the road engine. ഇപ്പൊ റോഡ് എഞ്ചിൻ റോട്ടിലൂടെ ഉരുട്ടി കെട്ടിവലിച്ച് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ആ കൺഫ്യൂഷനെ കുറിച്ച്, അപ്പോഴുണ്ടായ ആശയക്കുഴപ്പം, ആ സംഘർഷത്തെ കുറിച്ച് ഒരു ന്യൂസ് ആർട്ടിക്കിൾ, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പൊ എന്തായിരുന്നു ആ കെയോസ് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കെയോസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ എന്നാണ്, CHAOS, കെയോസ് എന്നാണ് വായിക്കുക കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ, ആ ട്രബിൾ എന്തായിരുന്നു എന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാം. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം ഒരു റിപ്പോർട്ട് എന്നുള്ളതാണ്. വാട്ട്, വെന്, വേർ, വൈ, അതുപോലെ ഹു എന്നുള്ളതാണ് അതിൽ ഉൾക്കൊടുത്തേണ്ടത്. അപ്പൊ ആർക്ക് എവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്ന് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഉണ്ടാവണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു നല്ല ടൈറ്റിൽ കൊടുക്കാം, ഒരു ഹെഡിങ്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഒരു ഹെഡിങ് കൊടുക്കാം. റോഡ് എഞ്ചിൻ കാവോസ് എന്ന് കൊടുത്തു കേട്ടോ, റോഡ് എഞ്ചിൻ കാവോസ്. അതിനുശേഷം ഒരു ബൈലൈൻ കൊടുക്കണം, അതിന്റെ നേരെ താഴെ സ്മോൾ ലെറ്ററിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എവിടെയാ സംഭവിച്ചത്, എന്നാ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. അപ്പൊ മാൽഗുഡി എന്നാണ് സ്ഥലത്തിന്റെ പേര് കൊടുത്തു, അതുപോലെ എന്നാ സംഭവിച്ചത് എന്നുള്ളൊരു ഡേറ്റ് കൊടുത്തു. 12/9/2024 എന്നാണ് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥലവും കൊടുത്തു. ഇനി അത് കഴിഞ്ഞൊരു കോളൻ കൊടുക്കുക, 2 കുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാം. യെസ്റ്റർഡേ, ഇന്നലെ നടന്നതല്ലേ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെയാണ്, ഇന്നലെ നടന്ന സംഭവമാണ്, പത്രത്തിൽ വാർത്ത വരിക. അപ്പൊ യെസ്റ്റർഡേ എ റോഡ് എഞ്ചിൻ കോസ്ഡ് chaos in our town when a man tried to move it. The engine was being pulled by a tumble elephant and pushed by 50 workers. However, it went out of control and crashed into a compound wall, breaking it. രണ്ടാമത്തെ പാരഗ്രാഫ്, the elephant got scared and started trumpeting loudly. പേടിച്ചിട്ട് ഉറക്കെ ചിഹ്നം വിളിക്കാൻ തുടങ്ങിയെന്ന. It snapped its ropes and kicked down more the wall. People ran away in fear. The police came and took the man who was trying to move the engine. They are investigating the incident. The final paragraph, the engine is now gone, having fallen into a nearby well during an earthquake last night. The owner of the property is happy that the well is covered and has offered to pay off the man's debt.
അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.